നമസ്കാരം. ഇന്നത്തെ സകല വാർത്തകളുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. നോക്കാം തലക്കെട്ട്. പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നതിന് കണ്ണൂരിൽ സൂരജിനെ കൊന്ന 8 CPM-കാർക്ക് ജീവപര്യന്തം. ഒരാൾക്ക് 3 വർഷം കഠിന തടവ്. പ്രതികളെ അഭിവാദ്യം ചെയ്ത് CPM പ്രവർത്തകർ. ജഡ്ജി യശ്വന്ത് വർമ്മയെ ജുഡീഷ്യൽ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി. വീട്ടിൽ നിന്ന് പണം കിട്ടിയെന്നും പിന്നീട് ഇല്ലെന്നും മൊഴിമാറ്റിയ ഫയർഫോഴ്സ് മേധാവിയുടെ അടക്കം മൊഴിയെടുക്കാൻ അന്വേഷണ സമിതി. ജഡ്ജിയുടെ ഫോൺ രേഖകളും പരിശോധിക്കും. പണം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിൽ കൊളീജിയത്തിൽ ഭിന്നത. സംസ്ഥാന ബിജെപിയുടെ നായകൻ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു. ഉത്തരവാദിത്തം അഭിമാനവും സന്തോഷവും എന്ന് രാജീവ്. ഞാൻ ഏറ്റെടുക്കുമ്പോൾ കമ്മിറ്റ്മെന്റ് തരുന്നു. ഞാൻ എന്റെ എല്ലാ സമയം സമർപ്പിക്കുന്നു ഈ വികസിത കേരളം നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ദൗത്യത്തിൽ. രാജീവ് ചന്ദ്രശേഖറിനെ പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ. ആശംസ നൽകി ശശി തരൂർ. പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കാനും അതിനായി സംഘടിതമായി സമരം ചെയ്യാനും സാധ്യമായത് ആ സ്ത്രീകളായ ആശാപ്രവർത്തകർക്കാണ് എന്നുള്ളത് കൊണ്ടാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരുടെ കൂട്ട ഉപവാസം. വിജയം കണ്ടേ പിന്മാറുമെന്ന് സമരസമിതി. ആര് തള്ളിപ്പറഞ്ഞാലും അവർ കരിങ്കാലികളെന്ന് INTUC-ക്ക് MM ഹസന്റെ ഒളിയമ്പ്. അവർ നടത്തുന്നത് കരിങ്കാലിപ്പണിയാണ്. ഗവൺമെന്റിന് വേണ്ടി CITUകാർ കരിങ്കാലിപ്പണി നടത്തുമ്പോൾ ജപ്തി നടപടി നേരിട്ട പ്രവർത്തകർക്ക് കൈത്താങ്ങായി ഓർത്തഡോക്സ് സഭ. നിയമസഭയിൽ ഭരണപക്ഷ MLA-യോട് പൊട്ടിത്തെറിച്ച സ്പീക്കർ. പ്രകോപനം. നിർദ്ദേശം ലംഘിച്ച് KT ജലീൽ പ്രസംഗം തുടർന്നതോടെ ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഇല്ലെന്ന് സ്പീക്കർ AN ഷംസീർ. നിലവിലുള്ള നിയമങ്ങൾ ഏറെ അഭിമാനകരമായിട്ടുള്ള കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി 2B നമ്പർ പേര് അവതരിപ്പിച്ച് സംസാരിക്കുന്നതാണ് ശ്രീ ജലീൽ. ചെയർ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു. നോ ഇവിടെ ഡിസന്റ് നോട്ട് തന്നവരോട് കാണിച്ചു, അവർ സഹകരിച്ചു. അതൊരു ധിക്കാരാണ്, അംഗീകരിക്കാൻ പറ്റില്ല. യെസ് സംസാരിക്കുക. കേന്ദ്ര സർക്കാർ ആഫ്രിക്കയിൽ നിന്നെത്തിച്ച ഒരു ചീറ്റപ്പുലിയും 4 കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു. മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനത്തിന് ചുറ്റുമുള്ള നാട്ടുകാർ ഭീതിയിൽ. ചീറ്റയും കുഞ്ഞുങ്ങളും തമ്പടിച്ചിരിക്കുന്നത് കുനോയിലെ സിഫോൺ പാലത്തിനും റെയിൽവേ ട്രാക്കിനും സമീപം. ഗസയിൽ ഇസ്രായേലിന്റെ തീമഴ. പൂർണ്ണമായി പിടിച്ചെടുക്കാൻ നീക്കം. ഇന്നലെ 46 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരുടെ എണ്ണം ആകെ 1 ലക്ഷം കടന്നു. IPL-ൽ ഇന്ന് ഡൽഹി ലക്നൌ പോരാട്ടം. മത്സരം 7:30-ക്ക് വിശാഖപട്ടണത്ത്. ആദ്യ മത്സരത്തിലെ മിന്നും പ്രകടനത്തിൽ വിഘ്നേഷ് പുത്തൂരിന് ആശംസാ പ്രവാഹം. സന്തോഷത്തോടെ കുടുംബം. ലൈവ് അറ്റ് 6-ലേക്ക് വിശദമായി. BJP പ്രവർത്തകൻ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ 8 പ്രതികൾക്ക് ജീവപര്യന്തം. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി TK രജീഷും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ PM മനോരാജും ഉൾപ്പെടെയുള്ളവർക്കാണ് ജീവപര്യന്തം. 11ാം പ്രതി പ്രദീപിന് 3 വർഷം കഠിന തടവാണ് ശിക്ഷ. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിധി. CPM വിട്ട് BJPയിൽ ചേർന്നതിന്റെ വൈരാഗ്യത്തിലായിരുന്നു സൂരജിനെ കൊന്നത്. BJP പ്രവർത്തകനായ മുഴപ്പിലങ്ങാട് ഇളമ്പിലായി സൂരജ് കൊല്ലപ്പെട്ട 20 വർഷം തികയാൻ മാസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ് ശിക്ഷാവിധി. സൂരജിനെ വധിച്ച 2 മുതൽ 6 വരെ പ്രതികൾക്കും ഗൂഢാലോചനയിൽ പങ്കാളികളായ 7 മുതൽ 9 വരെ പ്രതികൾക്കുമാണ് ജീവപര്യന്തം. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് 5 പേർ.
പത്തായക്കുന്ന് കാരായന്റെ വിട ടി.കെ. രജീഷ്, കാവുംഭാഗം പുതിയേടത്ത് എൻ.വി. യോഗേഷ്, എരഞ്ഞോളി അരങ്ങേറ്റുപറമ്പ് കെ. ഷംജിത്ത്, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി.എം. മനോജിന്റെ സഹോദരൻ കൂത്തുപറമ്പ് നരവൂർ പി.എം. മനോരാജ്, നെയ്യോത്ത് സജീവൻ ഇവർക്കാണ് ജീവപര്യന്തം കഠിന തടവ്. ഗൂഢാലോചന നടത്തിയെന്ന് കണ്ടെത്തിയ CPM പ്രാദേശിക നേതാക്കളായ പണിക്കന്റെ വിട വി. പ്രഭാകരൻ, പുതുശ്ശേരി വീട്ടിൽ KV. പത്മനാഭൻ, രാധാകൃഷ്ണൻ എന്നിവരും ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണം. പിഴത്തുക സൂരജിന്റെ കുടുംബത്തിന് നൽകണമെന്നാണ് വിധി. 1-ാം പ്രതി മുഴപ്പിലങ്ങാട് പള്ളിക്കൽ P.K. ഷംസുദ്ദീൻ, 12-ാം പ്രതി മക്രേരി കിലാലൂർ T.P. രവീന്ദ്രൻ എന്നിവർ വിചാരണയ്ക്ക് മുൻപ് മരിച്ചിരുന്നു. വിധിയിൽ സന്തോഷമുണ്ടെന്ന് പ്രോസിക്യൂഷൻ. വിധിയിൽ വളരെ സന്തോഷമുണ്ട്. 20 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം മരണപ്പെട്ടയാൾക്ക് നീതി കിട്ടി എന്നതിൽ വളരെ സന്തോഷമുണ്ട്. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം വ്യക്തമാക്കി. കേസിൽ എടക്കാട് കണ്ണവത്തിൽ മൂലനാഗത്താൻ കോട്ട പ്രകാശനെ വെറുതെ വിട്ടിരുന്നു. സൂരജിന്റെ അടുത്ത സുഹൃത്തുക്കളും ദൃക്സാക്ഷിയും കൂറുമാറിയ കേസിൽ T.P. ചന്ദ്രശേഖരൻ വധമാണ് നിർണായകമായത്. 2012-ൽ T.P. ചന്ദ്രശേഖരൻ കൊലക്കേസിൽ അറസ്റ്റിലായ T.K. രജീഷ് നൽകിയ കുറ്റസമ്മതമൊഴി പ്രകാരം കേസിൽ പ്രതി ചേർത്ത് അനുബന്ധ കുറ്റപത്രം നൽകിയതാണ് നിർണായക വഴിത്തിരിവായത്. 2005 ഓഗസ്റ്റ് 7-ന് മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ചാണ് സൂരജ് കൊല്ലപ്പെട്ടത്. ഓട്ടോയിലെത്തിയ സംഘം ബോംബെറിഞ്ഞ് ഭീതി സൃഷ്ടിച്ചു. മഴു, വാൾ, കൊടുവാൾ എന്നിവ ഉപയോഗിച്ച് വെട്ടിയും കുത്തിയും സൂരജിനെ കൊല്ലുകയായിരുന്നു. ശിക്ഷാവിധി വന്ന ശേഷം പ്രതികൾക്ക് അഭിവാദ്യമർപ്പിച്ചാണ് CPM പ്രവർത്തകർ ഇവരെ ജയിലിലേക്ക് യാത്രയാക്കിയത്. ന്യൂസ് 18 കണ്ണൂർ. ഔദ്യോഗിക വസതിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ജുഡീഷ്യൽ ചുമതലയിൽ നിന്ന് മാറ്റി. ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് കേസ് പരിഗണിക്കുന്ന ജഡ്ജിമാരിൽ യശ്വന്ത് ശർമ്മയുടെ പേരും ഉണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് ഒഴിവാക്കിയത്. അതേസമയം സംഭവത്തിൽ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടാനാണ് ആഭ്യന്തര അന്വേഷണ സമിതിയുടെ തീരുമാനം. പണം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാനും ഫോൺ കോൾ രേഖകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കാനുമാണ് വിദഗ്ധരുടെ സഹായം തേടുന്നത്. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീംകോടതി നിയോഗിച്ച ആഭ്യന്തര സമിതി അന്വേഷണം തുടരുകയാണ്. മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക സമിതി തയ്യാറാക്കി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയിൽ നിന്ന് സമിതി വിശദീകരണം തേടും. തീപിടുത്തമുണ്ടായെന്ന വിവരം അറിഞ്ഞെത്തിയ പോലീസ് കോൺസ്റ്റബിൾമാർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തും. പണം കണ്ടെത്തിയിട്ടില്ലെന്ന് ആദ്യം പറയുകയും പിന്നീട് മാറ്റിപ്പറയുകയും ചെയ്തത് എന്തിനെന്ന് ഫയർഫോഴ്സ് മേധാവി സമിതി മുൻപാകെ ബോധിപ്പിക്കേണ്ടി വരും. ഡൽഹി പോലീസ് കമ്മീഷണറുടെ മൊഴിയും രേഖപ്പെടുത്തും. പണം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറിയത് പോലീസാണ്. ഈ ദൃശ്യങ്ങളുടെ ആധികാരികതയും സമിതിക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതിനായി ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടും. 6 മാസത്തെ ഫോൺ കോൾ രേഖകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധരുടെ സഹായവും ഉറപ്പാക്കും. ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് വൈകാനാണ് സാധ്യത. അതേസമയം കൊളീജിയവുമായി കൂടിയാലോചിക്കാതെയാണ് ചീഫ് ജസ്റ്റിസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും ദൃശ്യങ്ങളും പുറത്തുവിട്ടത്. എന്നാൽ അന്വേഷണം പൂർത്തിയാകും മുൻപേ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തേണ്ടിയിരുന്നില്ലെന്ന അഭിപ്രായമാണ് കൊളീജിയത്തിലെ 2 അംഗങ്ങൾക്കെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കിയതിനൊപ്പം പുതിയ നേതാക്കളെ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തിയും BJPയിൽ പൊളിച്ചെഴുത്ത്. PC ജോർജ്, പത്മജ വേണുഗോപാൽ എന്നിവരെ ദേശീയ കൗൺസിലിൽ ഉൾപ്പെടുത്തി. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല എങ്കിലും ശോഭാ സുരേന്ദ്രനും MT രമേശിനും മികച്ച പരിഗണന കിട്ടാനാണ് സാധ്യത. കെ സുരേന്ദ്രന് പിൻഗാമിയായി എത്തിയ രാജീവ് ചന്ദ്രശേഖരന്റെ ചുമതലയേൽക്കൽ BJP ആവേശമാക്കി. സ്ഥാനമോഹികൾ ഏറെയുണ്ടായിരുന്ന കേരള നേതൃത്വത്തിൽ ഏറെ പരിക്കുകളില്ലാതെ നേതൃമാറ്റം പൂർത്തിയാക്കുകയായിരുന്നു ദേശീയ പ്രതിനിധി പ്രഹ്ലാദ് ജോഷിയുടെ ദൗത്യം. സ്ഥാനമൊഴിയുന്ന സുരേന്ദ്രനെ പുകഴ്ത്തി രാജീവ് ചന്ദ്രശേഖരനെ ചുമതലയേൽക്കാൻ കളമൊരുക്കി. Mr. Surendran, for entirely 5 years, 5 years and 1 month, little more than a month, he has worked as the president of the Bharatiya Janata Party, Kerala. 20% വോട്ടും പാർലമെന്റിലേക്കൊരു പ്രതിനിധിയും 5 വർഷത്തിന് ശേഷം കെ സുരേന്ദ്രന് അവകാശപ്പെടാനിതുണ്ട്. സ്ഥാനമൊഴിയൽ പ്രസംഗത്തിലും സുരേന്ദ്രൻ ഇത് പരാമർശിച്ചു. ഇന്ന് അഭിമാനത്തോടുകൂടി കേരളത്തിലെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയോടും കിടപിടിക്കാൻ കഴിയുന്ന ജനപിന്തുണയും സംഘടനാ ശക്തിയുമുള്ള ഒരു പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം.
കേരളത്തിലെ നേതാക്കളുടെയോ RSSന്റെയോ നോമിനിയായിട്ടല്ല രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്തെ പാർട്ടിയെ നയിക്കാൻ എത്തുന്നത്. പൂർണ്ണമായും ദേശീയ നേതൃത്വത്തിന്റെ ചോയ്സായ രാജീവിന് പ്രവർത്തന പശ്ചാത്തലം ഒരുക്കുക എന്ന വെല്ലുവിളിയാണ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ അണിനിരത്തി ദേശീയ നേതൃത്വം സാധ്യമാക്കിയത്. അടുത്തിടെ പാർട്ടിയിലെത്തിയ PC ജോർജിനെയും പത്മജ വേണുഗോപാലിനെയും ദേശീയ നേതൃത്വം പരിഗണിച്ചു. ഇരുവരെയും ദേശീയ കൗൺസിലിൽ ഉൾപ്പെടുത്തി. പ്രസിഡന്റ് പദം മോഹിച്ചവരാണ് ശോഭാ സുരേന്ദ്രനും MT രമേശും. ഇരുവർക്കും മികച്ച പരിഗണന തന്നെ നൽകാനാണ് ധാരണ. നിലവിൽ സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങളായ ഇരുവർക്കും കൂടുതൽ മികച്ച ദേശീയ പദവിയാണ് കാത്തിരിക്കുന്നത്. 5 വർഷം പാർട്ടിയെ നയിച്ച് സ്ഥാനമൊഴിയുന്ന K സുരേന്ദ്രന് ഇനി എന്ത് പരിഗണന എന്നതാണ് കണ്ടറിയേണ്ടത്. ശ്രീധരൻപിള്ളയ്ക്കും കുമ്മനം രാജശേഖരനും നൽകിയതുപോലെ ഗവർണർ സ്ഥാനമോ അതോ V മുരളീധരനെ പോലെ കേന്ദ്രമന്ത്രി സ്ഥാനമോ? എന്തായാലും സുരേന്ദ്രന് മികച്ച പരിഗണന ഉറപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കേരളം തന്നെ ഇങ്ങെടുക്കുമെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. എടുക്കുവാനുണ്ട്. നമ്മൾ കേരളം മൊത്തം ഭാരതത്തിന് വേണ്ടി, ശ്രീ നരേന്ദ്രമോദിക്ക് വേണ്ടി, അമിത്ഷാജിക്ക് വേണ്ടി, നിർമ്മല സീതാരാമന് വേണ്ടി, ശ്രീ രാജ്നാഥ് BJP പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ. വ്യവസായി എന്ന നിലയിൽ BJP അധ്യക്ഷ സ്ഥാനത്തും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ശോഭാ സുരേന്ദ്രനേക്കാളും മികച്ചയാളാണ് രാജീവ് ചന്ദ്രശേഖരെന്നും രാഷ്ട്രീയത്തിൽ അമ്മാനമാടാൻ അദ്ദേഹത്തിന് അറിയാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സർക്കാർ അവഗണനയ്ക്കെതിരെ ആശാവർക്കർമാരുടെ കൂട്ട ഉപവാസ സമരം തുടരുകയാണ്. സെക്രട്ടേറിയറ്റ് നടയിലെ സമരവേദിയിലെത്താൻ സാധിക്കാത്ത ആശാവർക്കർമാർ വീടുകളിലിരുന്ന് സമരത്തിന്റെ ഭാഗമാകണമെന്നായിരുന്നു ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഹ്വാനം. ഈ സമരം പരാജയപ്പെട്ടാൽ വരാനിരിക്കുന്ന സ്ത്രീ മുന്നേറ്റങ്ങളെ മുഴുവൻ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് കൂട്ട ഉപവാസം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ P. ഗീത പറഞ്ഞു. സെക്രട്ടേറിയറ്റ് നടയിലെ അനിശ്ചിതകാല സമരത്തിന്റെ 43-ാം ദിനം. അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ 5ാം ദിവസമാണ്. കൂട്ട ഉപവാസ സമരവുമായി ആശാവർക്കർമാർ പ്രതിഷേധം കടുപ്പിച്ചത്. സ്ത്രീ സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് ആശാവർക്കർമാർ ഉയർത്തുന്നതെന്ന് ഉപവാസ സമരം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ P. ഗീത. നമ്മുടെ എല്ലാവരുടെയും ആത്മാഭിമാനത്തിന്റെ വിഷയമാണ്. നമ്മളിത് വിജയിപ്പിച്ചില്ല എങ്കിൽ കേരളത്തിൽ ഇനി ഒരു പൊതുസമരത്തിനും സ്ത്രീകൾക്ക് സാധ്യമല്ലാത്ത സാഹചര്യം വരും. ഇതിനെ അടിച്ചമർത്താൻ സജ്ജമായിട്ടാണ് ഇവിടെയുള്ള ഭരണകേന്ദ്രങ്ങൾ നിലനിൽക്കുന്നത്. ആ ഭരണകേന്ദ്രങ്ങളുടെ ഭാഗത്ത് നിന്ന് നിരാഹാര സമരം കിടക്കുമ്പോൾ പോലും ഉണ്ടായിട്ടുള്ള ചർച്ച പ്രഹസനമാവുന്നതിന്റെ കാരണം ഈ അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ ഭാഗമായിട്ട് ഒരാളെങ്കിൽ ഒരാൾ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ആ ഒരാൾ സമരത്തിൽ ഇല്ലാതാവുമല്ലോ എന്നുള്ള ഫാസിസ്റ്റ് മനോഭാവമാണ് എന്നാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എത്ര ദിവസം നിരാഹാരം അനുഷ്ഠിക്കേണ്ടി വന്നാലും വിജയം കണ്ടേ പിന്മാറുമെന്ന് സമരസമിതി നേതാവ് MA ബിന്ദു. നമ്മള് തുടക്കം മുതൽ തന്നെ പറഞ്ഞില്ലേ, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഏത് ഘട്ടത്തിലും ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ തന്നെ നേരിടണം. ഞങ്ങൾ അങ്ങനെയാണ് ഈ നിരാഹാര സമരത്തെയും കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്രയും നാൾ പിടിച്ചു നിൽക്കും. ആശാവർക്കർമാരുടെ സമരത്തെ ആര് തള്ളിപ്പറഞ്ഞാലും അവർ കരിങ്കാലികളാണെന്നായിരുന്നു സമരവേദിയിലെത്തിയ UDF കൺവീനർ MM ഹസന്റെ പ്രതികരണം. INTUC ആശമാരുടെ സമരത്തെ എതിർത്താലും UDFും കോൺഗ്രസും ഒപ്പമുണ്ടെന്നും ഹസൻ കൂട്ടിച്ചേർത്തു. INTUC ഈ സമരത്തിന് പിന്തുണച്ചാലും ഇല്ലെങ്കിൽ UDFും കോൺഗ്രസും ഈ സമരത്തിന് മുമ്പിൽ അടിയുറച്ചു നിൽക്കുകയാണ്. അതൊക്കെ ഈ ഇപ്പോൾ CITUക്കാർ ചെയ്യുന്നത് കരിങ്കാലിപ്പണിയല്ലേ? അല്ല, തൊഴിലാളി സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും അവർ നടത്തുന്നത് കരിങ്കാലിപ്പണിയാണ്. ഗവൺമെന്റിന് വേണ്ടി CITUക്കാർ കരിങ്കാലിപ്പണി നടത്തുമ്പോൾ അനിശ്ചിതകാല സമരം പുരോഗമിക്കുന്നതിനിടെ ജപ്തി നടപടി നേരിട്ട അനിതകുമാരിക്ക് ഓർത്തഡോക്സ് സ്റ്റുഡന്റ് സെന്റർ ഡയറക്ടർ ഫാദർ സജി മേക്കാട് വായ്പ തിരിച്ചടയ്ക്കുന്നതിനുള്ള 3 ലക്ഷം രൂപയുടെ ചെക്ക് സമരവേദിയിൽ കൈമാറി. BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി ഉൾപ്പെടെ നിരവധി പേരാണ് ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് നടയിലെ സമരവേദിയിൽ എത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ആശാസമരത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സഭയിൽ പ്രതിപക്ഷ ഭരണപക്ഷവാക് പോര്. SUCക്കാർ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വരുന്നുവെന്ന് പരിഹസിച്ച് അഴീക്കോട് MLA KV സുമേഷ് രംഗത്തെത്തി. ആശാസമരം ന്യായമാണെന്ന് തോന്നിയതുകൊണ്ടാണ് പിന്തുണച്ചത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. INTUC പോലും സമരത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. UDFന് 100-ലധികം സീറ്റുകൾ ജയിച്ച് അധികാരത്തിലെത്താനുള്ള അവസരം
ഒരുക്കുന്ന LDF-ന് നന്ദിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞു. വളരെ വിചിത്രമായ കാര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് SUCI കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വേണ്ടി വരികയാണ്. കേന്ദ്ര ഗവൺമെന്റിനുള്ള അധികാരം വെച്ച് അവർക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ തയ്യാറാവാതെ അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാതെ സംസ്ഥാന ഗവൺമെന്റിന്റെ തലയിലേക്ക് സ്കീം വർക്കർമാരുടെ ഉത്തരവാദിത്തം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി നാളെ നിങ്ങളും അധികാരത്തിൽ വരില്ലേ? നിങ്ങളും അധികാരത്തിൽ സ്വാഭാവികമായിട്ട് വരില്ലേ? ഇപ്പോൾ പാവപ്പെട്ട തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ അവരുടെ ഒരു സംഘടന സമരം ചെയ്തു, ന്യായമാണ് എന്ന് തോന്നിയപ്പോൾ, അത് ശരിയായ ഒരു ആവശ്യമാണ് എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ അതിന് പിന്തുണ കൊടുത്തു. ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് റിക്വസ്റ്റ് ചെയ്ത് ഒന്ന് പരമാവധി സഹായിക്കും. കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനയായ INTUC പോലും ആ സമരത്തോട് യോജിക്കുന്നില്ല. ഇവിടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റമുണ്ടായാൽ ആശാ വർക്കേഴ്സ് ചെയ്യുന്ന ആ സമരത്തിന് ഫലമുണ്ടാകും. അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. ആ കണ്ണീരൊപ്പുന്നതിനകത്ത് ഈ ചെങ്കൊടി ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. നിങ്ങൾ ആ ചെങ്കൊടി ഇല്ല എന്ന് പറയുകയാണ്. കേരളത്തിൽ വരാൻ പോകുന്നത് ഐക്യജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷം 100-ലധികം സീറ്റോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ അധികാരത്തിൽ വരികയാണ്. അതിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കുന്ന നിങ്ങളുടെ നന്ദി കൂടി പറയാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയും ചെയ്യുകയാണ്. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് നിയമപരിരക്ഷ നൽകുന്ന സ്വകാര്യ സർവകലാശാല ബില്ല് നിയമസഭ പാസാക്കി. സാമൂഹിക നീതിയും സാമൂഹിക നിയന്ത്രണവും ഉറപ്പാക്കിയാണ് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സർക്കാരിന്റെ നയംമാറ്റത്തെ സ്വാഗതം ചെയ്ത പ്രതിപക്ഷം ബില്ലിലെ വ്യവസ്ഥകളോട് വിയോജിപ്പ് രേഖപ്പെടുത്തി. സാമൂഹിക നീതിയും സംവരണവും ഉറപ്പുവരുത്താത്ത നിയമത്തിൽ സാധാരണക്കാരെ കൊള്ളയടിക്കാനുള്ള വ്യവസ്ഥകളാണ് ഉള്ളതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിന് മുൻപ് ജനാഭിപ്രായം തേടാൻ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രതിപക്ഷ അഭിപ്രായം സർക്കാർ നേരത്തെ തള്ളിയിരുന്നു. സബ്ജക്ട് കമ്മിറ്റിയിലും പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പ് പരിഗണിക്കാതെയാണ് ബില്ല് സഭയിലെത്തിയത്. സംസ്ഥാനത്തെ പൊതു സർവകലാശാലകൾ ഏത് സർവകലാശാലകളോടും മത്സരിക്കാൻ പ്രാപ്തമാണ്. സ്വകാര്യ മേഖലയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംഭാവനകൾ നൽകാൻ കഴിയും. സർക്കാർ നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് നിയമനിർമ്മാണമെന്നും സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സ്വകാര്യ മേഖലയ്ക്ക് കൂടി ഒരു സ്പേസ് അനുവദിച്ചു കൊടുത്തുകൊണ്ട് മികച്ച ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്നതിനുള്ള അവസരമാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ഈ ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്പോൺസറിംഗ് ഏജൻസി സമർപ്പിക്കുന്ന അപേക്ഷ സെക്ഷൻ 6 പ്രകാരമുള്ള വിദഗ്ധ സമിതി പരിശോധിക്കും. അവരുടെ ശുപാർശ പ്രകാരം മാത്രമാണ് സംസ്ഥാന സർക്കാർ സ്വകാര്യ സർവകലാശാല ആരംഭിക്കാൻ അനുമതി നൽകുക. നേരത്തെ എതിർത്ത സ്വകാര്യ സർവകലാശാലകളെ ഇപ്പോൾ അനുകൂലിക്കുന്നത് സ്വാഗതാർഹമാണെങ്കിലും വിദ്യാഭ്യാസ കച്ചവടത്തിന് ഈ നിയമനിർമ്മാണം വഴിവെക്കുമെന്ന ആശങ്കയാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ഈ സ്വകാര്യ സർവകലാശാലകളിൽ 10 ഏക്കറും 25 കോടിയുമുള്ള ആർക്കും സ്വകാര്യ സർവകലാശാല തുടങ്ങാമെന്നാണ് ചട്ടം. അങ്ങനെയാണെങ്കിൽ സാർ, ഈ 25 കോടി മുടക്കുന്ന ആളുകൾ അവർക്ക് തിരിച്ചു കിട്ടണ്ടേ? അത് തിരിച്ചു കിട്ടാൻ വേണ്ടി അവർക്ക് എണ്ണ കച്ചവടത്തിന് പോകാൻ പറ്റില്ലല്ലോ. അവരെവിടെ നിന്നാണ് പണം കണ്ടെത്തേണ്ടത്? ഇവിടെ പഠിക്കാനായി വരുന്ന കുട്ടികൾ, അതായത് കേരളത്തിലെ സാധാരണക്കാരന്റെ മക്കളെ കൊള്ളയടിക്കുവാനുള്ള സ്ഥാപനങ്ങളാക്കിയാണ് നിങ്ങൾ ആ 25 കോടി രൂപ വഴി ഈ സ്വകാര്യ സർവകലാശാലകളെ മാറ്റുവാൻ പോകുന്നത്. രാഹുൽ മങ്കൂട്ടത്തിന് പുറമെ ആബിദ് ഹുസൈൻ തങ്ങളും TV ഇബ്രാഹിമും ബില്ലിൽ പ്രതിപക്ഷത്തിന് വേണ്ടി വിയോജനം രേഖപ്പെടുത്തി. ഫീസ് നിയന്ത്രണാധികാരം സർക്കാരിനില്ലാത്തതുകൊണ്ട് സാമൂഹിക നീതിയും സംവരണവും പിന്നാക്ക ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠനാവസരവും നിഷേധിക്കപ്പെടുമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ പൊതു സർവകലാശാലകളുടെ മരണഗീതമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രചിച്ചതെന്ന് TV ഇബ്രാഹിം കുറ്റപ്പെടുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. സഭയിൽ KT ജലീലിനെതിരെ ആഞ്ഞടിച്ച സ്പീക്കർ AN ഷംസീർ സമയം കഴിഞ്ഞിട്ടും പ്രസംഗം നിർത്താത്തത് ധിക്കാരമെന്നും ജലീലിന് ചെയറിനെ ബഹുമാനമില്ലെന്നും സ്പീക്കർ പറഞ്ഞു. KT ജലീലിന് സഭയിൽ പ്രത്യേക പ്രിവിലേജ് ഇല്ലെന്ന് പറഞ്ഞ സ്പീക്കർ ജലീലിന്റെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു. ഏറെ അഭിമാനകരമായിട്ടുള്ള കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കുന്നതാണ് ശ്രീ ജലീൽ. ചെയർ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു. നോ ഇവിടെ ഡിസന്റ് നോട്ട് തന്നവരോട് കാണിച്ചു, അവർ സഹകരിച്ചു. അതൊരു ധിക്കാരാണ്, അംഗീകരിക്കാൻ പറ്റില്ല. യെസ് സംസാരിക്കുക. അല്ല, ബില്ലിലെ കാര്യം ഒരുപാട് തവണ പറഞ്ഞല്ലോ. യെസ് അങ്ങ് സംസാരിച്ചോ. ശരിയല്ല, അങ്ങേ കാണിക്കുന്ന ശരിയല്ലാത്ത രീതി. അങ്ങനെയാണ് ആ ചെയറെ റെസ്പെക്ട് ചെയ്യാത്തത്.
ഇത് 2 മിനിറ്റ് തരാൻ പറ്റില്ല. വിജയൻ സംസാരിക്കും. നോ തരാൻ പറ്റില്ല. ഒരുപാട് തവണ ഇങ്ങോട്ട് സംസാരിച്ചു, ഒരുപാട് തവണ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു. യെസ്, ശ്രീ KT ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല സഭക്കകത്ത്. യെസ്, അങ്ങ് സംസാരിക്കും. അത് എല്ലാ അംഗങ്ങളോടും റിക്വസ്റ്റ് ചെയ്തു, അംഗീകരിച്ചിട്ടില്ല. അത് ശരിയായ രീതിയല്ല. യെസ്. DK ശിവകുമാറിന്റെ ഭരണഘടനാ പരാമർശത്തെ ചൊല്ലി രാജ്യസഭാ നടപടികൾ സ്തംഭിപ്പിച്ച് ഭരണപക്ഷം. BJP അംഗങ്ങളുടെ ബഹളത്തിൽ രാജ്യസഭ 2 മണിവരെ തടസ്സപ്പെട്ടു. പരാമർശത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്ന് നിയമമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുന്നതിനായി ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്ന് പറഞ്ഞെന്നായിരുന്നു ശിവകുമാറിന്റെ പേര് പരാമർശിക്കാതെ റിജിജുവിന്റെ വിമർശനം. ഭരണഘടന ആർക്കും മാറ്റാൻ കഴിയില്ല എന്ന് മല്ലികാർജുൻ ഖർഗെ മറുപടി നൽകി. അതിനിടെ ആരോപണം തള്ളി DK ശിവകുമാർ രംഗത്തെത്തി. മതാടിസ്ഥാനത്തിലുള്ള സംവരണം നൽകുന്നതിന് ഭരണഘടനാ ഭേദഗതി ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് DK ശിവകുമാർ വിശദീകരിച്ചു. ഗാസ പൂർണ്ണമായും പിടിച്ചെടുത്ത് സൈനിക ഭരണം ഏർപ്പെടുത്താൻ ഇസ്രായേലിന്റെ നീക്കം. സഹായ വിതരണം ഉൾപ്പെടെ ഏറ്റെടുക്കും. പദ്ധതി ട്രംപ് ഭരണകൂടവുമായി ചർച്ച ചെയ്യാൻ ഇസ്രായേൽ സംഘം US-ലേക്ക് പോകും. അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മരണം 1,00,000 കടന്നു. മധ്യ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാവുകയാണ്. ഇന്നലെ മാത്രം 46 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് 1,00,000 പിന്നിട്ടു. കഴിഞ്ഞ ദിവസം ഗാസയിലെ നസേർ ആശുപത്രി തകർത്ത് ഹമാസ് നേതാവ് ഇസ്മായിൽ ബെറോമിനെ ഇസ്രായേൽ വധിച്ചു. ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവിന്റെ വധത്തിന് പിന്നാലെയാണ് ഇസ്മായിലിന്റെ വധം. ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യവും വെളിപ്പെടുത്തി. നസേർ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. രഹസ്യാന്വേഷണ വിവരങ്ങളെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നും സ്ഥലത്ത് നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള കൃത്യമായ ആയുധങ്ങൾ ഉപയോഗിച്ചതായും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. അതേസമയം ഗാസയെ സമ്പൂർണ്ണമായി പിടിച്ചെടുത്ത് സൈനിക ഭരണം ഏർപ്പെടുത്തുന്നതിനായുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ. ഇതിനായി ഈ ആഴ്ച വാഷിംഗ്ടൺ DC സന്ദർശിക്കുന്ന മന്ത്രി റോൺ ഡെർമർ ഗാസ മുനമ്പിൽ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയെക്കുറിച്ച് മുതിർന്ന US ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തേക്കുമെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനത്തിൽ നിന്നും പുറത്തു ചാടിയ ചീറ്റയും 4 കുഞ്ഞുങ്ങളും 1 മാസം മുമ്പ് തുറന്ന കാട്ടിലേക്ക് വിട്ട ജ്വാല എന്ന ചീറ്റയും 4 കുഞ്ഞുങ്ങളുമാണ് ജനവാസ മേഖലയായ വീർപൂരിൽ ഇറങ്ങിയത്. ശനിയാഴ്ച നാട്ടിലിറങ്ങിയെങ്കിലും തിരികെ കാട്ടിലേക്ക് തന്നെ പോയിരുന്നു. ഞായറാഴ്ചയാണ് വീണ്ടും നാട്ടിലെത്തിയത്. ഒരു പശുക്കുട്ടിയെയും ചീറ്റകൾ പിടിച്ചു. പൊതുവെ മനുഷ്യരെ ആക്രമിക്കാത്ത ചീറ്റയെ കാണാനായി നാട്ടുകാർ തടിച്ചുകൂടിയ വീഡിയോ ഇപ്പോൾ വൈറലാണ്. ചീറ്റകളെ മടക്കി കാട്ടിലേക്ക് വിടാനുള്ള ശ്രമം തുടരുകയാണ്. ലഹരിക്കണ്ണികൾ പൊട്ടിക്കാൻ പോലീസ്. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ സർക്കാർ രൂപരേഖ തയ്യാറാക്കും. ഇതിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി തല സമിതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. LP ക്ലാസുകൾ മുതൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം തുടങ്ങണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത പരിശോധന തുടരാനും സംസ്ഥാന അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കാനും തീരുമാനമുണ്ട്. ലഹരി ചെറുക്കാൻ ജനകീയ ക്യാമ്പയിനാണ് സർക്കാർ തുടക്കം കുറിക്കുന്നത്. നിലവിലുള്ള എല്ലാ ക്യാമ്പയിനുകളും സംയോജിപ്പിച്ച് ഏപ്രിൽ മുതൽ അതിവിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ രൂപരേഖ തയ്യാറാക്കാൻ വിവിധ വകുപ്പുകൾ ചേർന്ന സമിതി രൂപീകരിക്കും. കുട്ടികളെ കായികരംഗത്തേക്ക് ആകർഷിക്കാൻ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കും. ഹോസ്റ്റലുകളും പൊതുയിടങ്ങളും ലഹരി മുക്തമാണെന്ന് ഉറപ്പിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കും. മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്താനുള്ള ആധുനിക ഉപകരണങ്ങൾ വാങ്ങാനും സ്നിഫർ ഡോഗ് സാന്നിധ്യം വർദ്ധിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഓൺലൈൻ ലഹരി വ്യാപാരം തടയാനുള്ള നടപടികൾ ഊർജിതമാക്കും. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, തുറമുഖങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കും. കൊറിയറുകൾ, പാഴ്സലുകൾ, ടൂറിസ്റ്റ് വാഹനങ്ങൾ തുടങ്ങിയവ അതിർത്തിയിൽ തന്നെ പരിശോധിക്കും. ഈ മാസം 30-ന് വിദഗ്ധരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമ, സാംസ്കാരിക, മാധ്യമ മേഖലകളിലെ പ്രമുഖരുടെയും അധ്യാപക രക്ഷാകർതൃ സംഘടനകളുടെ യോഗവും മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്.
ന്യൂസ് 18 തിരുവനന്തപുരം. കളമശ്ശേരി പോളിടെക്നിക്കിൽ കഞ്ചാവ് വേട്ടയിൽ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ സാക്ഷികളാക്കും. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തിയ സാങ്കേതിക സർവകലാശാല വിഭാഗം റിപ്പോർട്ട് നൽകി. കോളേജ് ഹോസ്റ്റലിലേക്ക് പുറത്തുനിന്ന് ആർക്കും എളുപ്പത്തിൽ കയറാം എന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 2 ഇതര സംസ്ഥാനക്കാരടക്കം 6 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. കേസിൽ പ്രതികളായ മലയാളികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിക്കാൻ പിടിയിലായ അനുരാജിന് പണം നൽകിയ വിദ്യാർത്ഥികളെ സാക്ഷികളാക്കും. പലരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്തർ സംസ്ഥാന ലഹരി മാഫിയ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. സംഭവത്തിൽ സാങ്കേതിക സർവകലാശാല വിഭാഗം ജോയിന്റ് ഡയറക്ടർ കോളേജിലെത്തി ആഭ്യന്തര അന്വേഷണത്തിന് നേതൃത്വം നൽകി. അധ്യാപകരുടെയും പ്രതികളായ വിദ്യാർത്ഥികളെ മൊഴിയെടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറി. കോളേജ് ഹോസ്റ്റലിലേക്ക് പുറത്തുനിന്ന് ആർക്കും എളുപ്പത്തിൽ കയറാമെന്നതാണ് പ്രധാന കണ്ടെത്തൽ. കോളേജിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് 1.5 മാസം മുൻപ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകിയിരുന്നതായും കോളേജ് അധികൃതർ വ്യക്തമാക്കി. കോളേജിന്റെ ആഭ്യന്തര അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിലെ കണക്ക് സംബന്ധിച്ച് കുഞ്ചാക്കോ ബോബൻ നടത്തിയ പ്രതികരണത്തിന് വിശദീകരണവുമായി നിർമ്മാതാക്കളുടെ സംഘടന. ഓഫീസർ ഓൺ ഡ്യൂട്ടി പരാജയം എന്ന് പറഞ്ഞിട്ടില്ലെന്നും പുറത്തുവിട്ട കണക്കുകൾ കേരളത്തിലെ തിയേറ്റർ കളക്ഷൻ മാത്രമാണെന്നും നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. കണക്കിൽ അപാകതയുണ്ടെന്ന് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞതിന് പിന്നാലെയാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ വിശദീകരണം. നേരത്തെ എമ്പുരാൻ സിനിമയ്ക്ക് ചെലവിട്ട തുക വെളിപ്പെടുത്തിയതിനെ ചൊല്ലി ആന്റണി പെരുമ്പാവൂരും നിർമ്മാതാക്കളുടെ സംഘടനാ പ്രതിനിധിയായ സുരേഷ് കുമാറും തമ്മിൽ തെറ്റിയിരുന്നു. അമ്മ സംഘടനയടക്കം സുരേഷിന്റെ നിലപാടിനെ എതിർത്ത് രംഗത്തെത്തുകയും ചെയ്തു. പിന്നാലെയാണ് കുഞ്ചാക്കോ ബോബനും നിർമ്മാതാക്കൾക്കെതിരെ തിരിഞ്ഞത്. IPL വിശേഷങ്ങളിലേക്ക്. IPL ഇന്നത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. ACI ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഡൽഹി ക്യാപിറ്റൽസിനെ അക്സർ പട്ടേൽ നയിക്കുമ്പോൾ ഋഷഭ് പന്താണ് ലക്നൗ സൂപ്പർ ജയൻസിന്റെ നായകൻ. ഇരു ടീമുകളുടെയും സീസണിലെ ആദ്യ മത്സരമാണ്.